ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ മോൻ്റെ ആദ്യത്തെ പിറന്നാളാണ്. ഇന്നല്ല കേട്ടോ, നാളെയാണ് ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വീഡിയോ എടുക്കുന്നത്. ഇത്ര പെട്ടെന്നാണല്ലേ ഒരു വർഷം കടന്നു പോയത്. എന്താ പറയുക, ഒരു കുറച്ച് ദിവസങ്ങൾ, എത്രയോ ദിവസങ്ങൾ പോകും പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിൽ കുഞ്ഞ് ജനിച്ച് നമ്മൾ 5 മാസം വരെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഒരു അത്ഭുതം പോലെ, എന്തോ ഒരു മിറാക്കിൾ പോലെ ഇങ്ങനെ ഓരോരോ ഓർമ്മകളായിട്ട് മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. കാരണം ഇത്രയും ഒരു എക്സ്ട്രീം പ്രീ ടേം ആയിരുന്ന എൻ്റെ മോൻ ഇന്ന് 770 ഗ്രാമിൽ നിന്നുള്ളൊരു യാത്ര എന്ന് പറയുന്നത്, ഒട്ടും അതെനിക്ക് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അതൊരു വാക്കുകളിൽ കൂടെയോ അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോ ആയിട്ടോ അങ്ങനെ പറഞ്ഞ് തീർക്കാൻ എനിക്കറിയില്ല. 770 ഗ്രാമിൽ നിന്ന് ഇന്ന് അവൻ 7 കിലോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ജേണി എന്ന് പറയുന്നത്, ഈ ഒരു വർഷം എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല. അത് എനിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പം സങ്കടമുണ്ട്. പക്ഷേ ഈ ഒരു ദിവസത്തെ കുറിച്ച് ഓർത്ത് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എപ്പോഴും വിളിച്ച് ഹോസ്പിറ്റലായിരുന്ന സമയത്തും ഒരുപാട് പേര് എപ്പോഴും വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് കണ്ട ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, റിലേറ്റീവ്സ് എല്ലാവരോടും 1000 നന്ദി. പിന്നെ പ്രത്യേകിച്ച് SAT ഹോസ്പിറ്റലിലെ നിയോനറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടർമാരോടും നഴ്സുമാരോടും എല്ലാവരും ഒരുപാട് നന്ദി. 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. വലിയ ആഘോഷമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മൾ വലുതായിട്ട് ആഘോഷിക്കുന്നൊന്നുമില്ല. ഇവിടെ ഹസ്ബൻഡ് വീടിൻ്റെ അടുത്തായിട്ട് ഒരു ബഡ് സ്കൂളുണ്ട്, മഹാത്മജി ബഡ്സ് എന്ന് പറഞ്ഞിട്ട് വിളപ്പിൽ ഒരു സ്കൂളുണ്ട്. ബഡ് സ്കൂളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവിടുത്തെ കുട്ടികളായിട്ടാണ് അപ്പോൾ നമ്മൾ നാളത്തെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. വേറെ ആരുമില്ല. ഹസ്ബൻഡ് ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡ് അച്ഛനും അമ്മയും, എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും അനിയത്തി മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഹെൽത്ത് നോക്കണം. കുഞ്ഞ് ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കുഞ്ഞ് നന്നായിട്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ടൈം വേണം. പക്ഷെ അവന് നമ്മൾ അധികം യാത്രകളും അങ്ങനെ ഒന്നും കൊണ്ടുപോകാറില്ല. എന്തെങ്കിലും അത്യാവശ്യ സിറ്റുവേഷനിലുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷന് മാത്രമേ, അത് ഇപ്പോഴാണ് കൊണ്ടുപോയി തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴും ഏകദേശം ഒരു മാസം വരും. അങ്ങനെ വലിയ ഒരു പ്രോഗ്രാമിനും കൊണ്ടുപോകാറില്ല. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ കുഞ്ഞിനെ എൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാനും ഹസ്ബൻഡുമായിട്ടാണ് പോകാറ്. അല്ലാതെ അവനെ നമ്മൾ ഒരിടത്തും കൊണ്ടുപോകാറില്ല. ഇപ്പം ഈ ഒരു ഇടയ്ക്കാണ് പിന്നെ ചെറിയ അത്യാവശ്യമായിട്ട് 1-2 ഫംഗ്ഷൻ വന്ന് അങ്ങനെ കൊണ്ടുപോയിട്ടുള്ളൂ. നേരത്തെ തന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തോട്ടൊന്നും അധികം കൊണ്ടുപോകരുതെന്നും. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇത്രയും വെയിറ്റ് കുറഞ്ഞൊരു കുഞ്ഞായതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ ഇവിടം വരെ എത്തി. ഡെലിവറി സ്റ്റോറി എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെലിവറി സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ദിവസം കുഞ്ഞുമായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ കുറച്ച് ടൈം വേണം. കുഞ്ഞുമായിട്ട് കുഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസ് ഇടാൻ ഒരുപാട് ഡിലേ വരുന്നതും. വീഡിയോസൊക്കെ കുറേ ഷൂട്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും കൂടി വേണം. അപ്പോൾ ഇന്ന് വലുതായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ ഞാനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നാളത്തേക്കുള്ള കേക്കൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വലിയ രീതിയിലൊന്നുമില്ല, ചെറുതായിട്ട് നമുക്ക് ചെറിയ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നമ്മൾ മെയ് 22-ാം തീയതി ഫാമിലിയിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ആഘോഷിക്കണം എന്നും വിചാരിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെ നമ്മൾ കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് അവൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 3 kg അല്ലെങ്കിൽ 3.2 ആ ഒരു റേഞ്ച് ആയിരുന്നു അവൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നൂലുകെട്ടിൻ്റെ സമയത്ത്. അപ്പോഴൊന്നും ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനല്ലാതെ അവനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോയിട്ടേ ഇല്ല. അധികം ആരെയും കാണിച്ചിട്ടുമില്ല. കാണാൻ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ടെങ്കിലും അവരൊക്കെ കുഞ്ഞിനെ കുറച്ച് ദൂരത്ത് നിന്ന് കണ്ടിട്ട് അങ്ങ് പോവുമായിരുന്നു. ആരും എടുക്കാനോ അടുത്ത് വരാനോ അങ്ങനെ ഒന്നും. അവർക്കും കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കനോട് മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ കണ്ടാലോ.
ചവിട്ടി കൊല്ലു. അപ്പോൾ നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേയുടെ തലേ ദിവസം, അതായത് 15-ാം തീയതി തന്നെ അവനൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സബീന ചേച്ചി തന്ന ഗിഫ്റ്റാണ്. നമ്മുടെ കുഞ്ഞിന് ബർത്ത്ഡേ ആയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ഗിഫ്റ്റാണ്, ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. സെറ്റ് ഒരു തൊട്ടിലാണ് കടി. കൊള്ളാം. എന്തൊക്കെയാണ് ഇവിടെ, ഒരു ബെൽറ്റ് ഒക്കെ ഉണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. ഹലോ, ഇന്ന് ഫെബ്രുവരി 16-ാം തീയതിയാണ്. നമ്മുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. അത് നമ്മൾ അവന് വിഷ് ചെയ്യാൻ പോവാണ്. പക്ഷെ അവൻ നല്ല ഉറക്കമാണ്. വിഷ് ചെയ്യാം. അവൻ നല്ല ഉറക്കമായിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ആച്ചി, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഒരുപാട് വർഷം ദീർഘായുസ് കൊണ്ടുവന്ന് നന്നായിട്ടുണ്ട്. നല്ല ഉറക്കമായിപ്പോയി ഗൈസ്. എണീറ്റു. ഹാപ്പി ബർത്ത്ഡേ. അതെ 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 മക്കളെ ഓർത്തുണ്ടോ? അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 16-ാം തീയതിയാണ് കേട്ടോ, കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ കേക്ക് ഞാൻ വലുതായിട്ടൊന്നും എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അത്രയ്ക്കൊന്നും അറിയില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും നമ്മുടെ ബർത്ത്ഡേ കുട്ടിയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും എല്ലാവരുമായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ 12 മണിയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഹായ്, അറിയോ? സുഖാണോ എല്ലാവർക്കും? എന്തുകൊണ്ട് വിശേഷം? അറിയാം, പുതിയ കുട്ടിയല്ലേ? പേരെന്തോന്ന്? ഗോകുലല്ലേ? എനിക്കറിയാം. സമയം 2:30. ഗ്രീഷ്മ എവിടെ? ഗ്രീഷ്മ ആണോ? ഇവതാരാ വിളിക്കുന്നത്?
എല്ലാവരും